നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഫെബ്രുവരി മാസത്തെ മകൻ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മകൻ നക്ഷത്രം എന്ന് പറയുമ്പോൾ ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാർക്ക് ചാരവശാൽ 10ാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. അതേപോലെ തന്നെ കർമാധിപതിയായിരിക്കുന്ന ശുക്രൻ രാഹുവിനോട് യോഗം ചെയ്തിട്ട് അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ പൊതുവെ ഇത്തിരി വ്യാഴപ്പഴമുള്ളൊരു സമയമാണ്. തൊഴിലിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ തൊഴിൽ മേഖലയിൽ വരിക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അതേപോലെ സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹപ്രവർത്തകർ, ഇവരുടെ ഭാഗത്തുനിന്ന് പല കാര്യങ്ങൾക്കും അപ്രീതി ഉണ്ടാകാനോ അകന്നു പോകാൻ ഇടവരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന സൂര്യൻ 7ാം ഭാവത്തിൽ നിവർത്തി സ്ഥാനത്താണ്. അപ്പോൾ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗമുണ്ട്. എങ്കിലും 2ാം ഭാവത്തിൽ കേതുവാണ്. നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക, ചില സമയത്ത് സാമ്പത്തിക ഞെരുക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതേപോലെ തന്നെ ശനി ശശമഹായോഗം ചെയ്താണ് നിൽക്കുന്നത്. എന്നാലും കണ്ടകശനിയുടെ ദോഷമുണ്ട്. അപ്പോൾ ശനിദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. എന്നാൽ ശശമഹായോഗത്തിൻ്റെ ഗുണം കിട്ടാനായിട്ട് യോഗമുണ്ട്. അപ്പോൾ അത് തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ടുള്ള യോഗമാണ്. അതുപോലെ തന്നെ തന്ത്രപരമായ സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ കാൽക്കുലേഷനോട് കൂടിയുള്ള സംസാരം കൊണ്ടും ശനിദോഷത്തിന് പരിഹാരം നീരാഞ്ജനം വഴിപാട് പരിഹാരം ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിക്കുകയൊക്കെ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. പ്രത്യേകിച്ചും വാഹന സംബന്ധമായിട്ട് സ്ത്രീ സംബന്ധമായിട്ടുള്ള സാമ്പത്തിക നഷ്ടം പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാരണം ശുക്രന് പാപയോഗമുണ്ട്. അഷ്ടമത്തിൽ അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. സഹോദരി സ്ഥാനത്തുള്ള വ്യക്തികൾ, നമ്മൾ സഹായികളായിരിക്കുന്ന വ്യക്തികൾ, അവർക്കൊക്കെ അപ്രീതി ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രധാനമായിട്ടുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് ചൊവ്വയാണ്. അത് 11ാം ഭാവത്തിലാണ്. 2ാം ഭാവത്തിൽ കേതുവാണ്, ധനസ്ഥാനത്ത്. അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിലൊക്കെ കുറച്ച് ഞെരുക്കങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുള്ളൊരു സമയമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ചിലവ് കുറയ്ക്കണം. തൊഴിലിൻ്റെ കാര്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുകയും തൊഴിലിൽ വേണ്ട രീതിയിലുള്ള അഭിവൃദ്ധി ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നാഗപൂജ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കർമ്മതടസ്സം മാറ്റണം. കാരണം ഇവിടെ അഷ്ടമത്തിൽ രാഹുവിനോട് യോഗം ചെയ്താണ് കർമാധിപതി നിൽക്കുന്നത്. അതുകൊണ്ടാണ്. പക്ഷേ ഉച്ചബലവാനാണ്. അപ്പോൾ ഈ സമയത്ത് തൊഴിലില്ലാത്തവർക്ക് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുക, വീട് വിട്ട് അന്യദേശത്ത് തൊഴിൽ അന്വേഷിക്കുകയൊക്കെ ചെയ്യാനായിട്ട് സാധ്യതയുള്ളൊരു സമയമാണ്. അങ്ങനെയുള്ളൊരു രീതിയിലൊക്കെ തൊഴിൽ കിട്ടാനുള്ള യോഗം ഉണ്ടാവും. പക്ഷേ തൊഴിലുണ്ടെങ്കിലും നമ്മളുടെ സാമ്പത്തികമായിരിക്കുന്ന കടം പോലെയുള്ള പ്രശ്നങ്ങൾ, മറ്റ് സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങൾ, അതായത് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന പ്രതിഫലം കിട്ടാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു യോഗം കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കണം. സാമ്പത്തികമായ ജനിക്കം മാറണമെങ്കിൽ ഈ സംസാരം നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുന്നത് കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.